ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് തിരുവോണം നക്ഷത്രത്തിൻ്റെ 2026 ആണ്ട് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ്. പൊതുവേ തിരുവോണം നക്ഷത്രക്കാർക്ക് 2026 ആണ്ട് അനുകൂലമായിട്ടാണ് കാണുന്നത്. ഇതിൽ ഈ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ എടുത്തു പറയേണ്ടത് വരുമാന മാർഗത്തിൽ മൊത്തത്തിൽ ഒരു ഉണർവ് ഉന്മേഷമൊക്കെ ഉണ്ടാവും. വരുമാനം കൂടും. അതുപോലെ സുഖഭോഗങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പണം ചിലവഴിക്കുന്നൊരു സമയമാണ്. കുടുംബത്തിലുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഒരുവിധം മാറിക്കിട്ടും. അതുപോലെ തന്നെ സ്വജനങ്ങളെ പിരിഞ്ഞ് കഴിയേണ്ട സാഹചര്യവും കാണുന്നുണ്ട്. കാർഷിക രംഗത്ത് ഉന്നതി തീർച്ചയായിട്ടും ഉണ്ടാകും. അതായത് കാർഷിക മേഖലയിൽ വരുമാനം കണ്ടെത്തിയിരിക്കുന്നവർക്കൊക്കെ വരുമാന വർധനവുണ്ടാകും. നല്ല മികച്ച ആദായം ലഭിക്കും. തൊഴിൽ രംഗത്തെ ഉയർച്ചയും നേട്ടവുമാണ് നിങ്ങൾക്ക് ഈ മാസങ്ങളിൽ കാണുന്നത്. കർമ്മമേഖലയിൽ നല്ല പ്രകടനം തന്നെയാണ് നിങ്ങൾക്ക് കാഴ്ചവെക്കാൻ സാധിക്കുന്നത്. പൂർവിക സ്വത്തിൻ്റെ അവകാശം ലഭിക്കുന്നതിനാൽ ഗൃഹ നിർമ്മാണത്തെ പറ്റിയൊക്കെ ചിന്തിച്ചു തുടങ്ങും. അതായത് സ്വന്തമായിട്ട് ഭവനം ഇല്ലായിരുന്നവർ കുടുംബ സ്വത്തൊക്കെ കിട്ടിയതിൻ്റെ പേരിൽ, പാർട്ടീഷൻ കിട്ടിയതിൻ്റെ പേരിൽ കിട്ടിയ ദ്രവ്യം കൊണ്ട് പുതിയ വീട് പണിയാനുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കും, അല്ലെങ്കിൽ തുടങ്ങി വെക്കും. നിങ്ങൾ ഈ കൂട്ടുചേർന്നിട്ടുള്ള വ്യാപാരങ്ങളും വ്യവസായങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നതല്ല. അത് മനോവിഷമം ഉണ്ടാക്കും. ചെറിയ പ്രശ്നങ്ങൾ, സ്വരച്ചേർച്ച ഇല്ലായ്മ ഒക്കെ ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ ബിസിനസ്സിൽ. വെട്ടിത്തുറന്നുള്ള അഭിപ്രായ പ്രകടനങ്ങൾ കഴിയാവുന്നത് ഒഴിവാക്കുക. അതുപോലെ തന്നെ പെട്ടെന്നുള്ള തീരുമാനങ്ങൾ ദോഷഫലമുള്ളതാക്കുന്നവയാണ്. തീർച്ചയായിട്ടും ഫെബ്രുവരിയൊക്കെ ആകുമ്പോൾ ചിലർക്കൊക്കെ പുതിയ സ്വത്തുക്കൾ കൈവശം വന്നു ചേരും. നാളിതുവരെ ഉണ്ടായിരുന്ന തൊഴിൽ സംബന്ധമായിട്ടുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾ ഒരുവിധം പരിഹരിക്കപ്പെടും. സഹോദരങ്ങളിൽ നിന്നൊക്കെ സഹായം ലഭിക്കുന്ന സമയം കൂടിയാണ് ജനുവരി ഫെബ്രുവരി മാസം. എനിക്ക് ഫെബ്രുവരി അവസാനമൊക്കെ ആകുമ്പോൾ ഉദരരോഗങ്ങൾ ശല്യപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുക, നോൺ വെജ് കഴിക്കുന്നതൊക്കെ ഒന്ന് ഒഴിവാക്കുക, മിതത്വം പാലിക്കുക. എന്തെങ്കിലും ചെറിയ വ്യത്യാസങ്ങളൊക്കെ കണ്ടാൽ ഉടനെ ഒരു ഡോക്ടറുടെ സഹായം തേടുന്നതായിരിക്കും നല്ലത്. സ്വയം ചികിത്സ വെച്ച് കൊണ്ട് രോഗം മൂർച്ഛിപ്പിക്കരുത്. മാതാവിൻ്റെ രോഗം മനസ്സ് അസ്വസ്ഥമാക്കും. മാതാവിന് രോഗാവസ്ഥയിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഭാര്യയുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉദരകണ്ഠവ്യാധിയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഭാര്യമാർക്കുണ്ട്. ഏത് കാര്യത്തിലും ഒറ്റപ്പെട്ടു എന്ന് തോന്നലുണ്ടാവുന്ന സമയമാണ് ഫെബ്രുവരി മാസം. ഉദ്ദിഷ്ട കാര്യങ്ങൾക്ക് ഒരു വിഘ്നം തീർച്ചയായിട്ടും ഉണ്ടാകും. അനിയന്ത്രിതമായിട്ടുള്ള മാനസിക വിഷമത്തിലകപ്പെട്ട് സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്ന മൂലം മറ്റുള്ളവരുടെ അതൃപ്തിക്ക് പാത്രമാകാനുള്ള സാധ്യതയും ഈ 2 മാസങ്ങളിലുണ്ട്. അതുകൊണ്ട് ഈ സംസാര രീതിയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പുറത്തുനിന്നുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതും ഒന്ന് കുറയ്ക്കുക. ആരോഗ്യകാര്യത്തിലൊക്കെ തീർച്ചയായിട്ടും വ്യക്തത വേണം. ആരോഗ്യകാര്യം അത്ര മെച്ചമാവില്ല ഫെബ്രുവരി മാസമൊക്കെ ആകുമ്പോൾ ആരോഗ്യകാര്യങ്ങളിൽ ചെറിയ പ്രശ്നങ്ങളുണ്ടാകും. നിങ്ങൾക്ക് ആകുല ചിന്തകളും ആശങ്കകളൊക്കെ വർദ്ധിക്കുന്ന സമയമാണ് ഫെബ്രുവരി മാസം. അതുപോലെ തന്നെ മാതാപിതാക്കളുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്ന സമയമാണ്. അത് മനസ്സമാധാനം, ആത്മവിശ്വാസമൊക്കെ വർദ്ധിത്തരും. ഊഹക്കച്ചവടത്തിലൊക്കെ താല്പര്യം വർദ്ധിക്കുന്ന ഒരു സമയമാണ് ഈ ജനുവരി ഫെബ്രുവരി മാസം. ചെറിയ തോതിലുള്ള ഊഹക്കച്ചവടത്തിലേക്കൊക്കെ നിങ്ങൾ മുന്നിട്ടിറങ്ങുമെങ്കിലും നല്ല പരിശീലനം ലഭിക്കാതെ നിങ്ങൾക്ക് അതിൽ നിന്ന് തന്നെ ഗമനം ഉണ്ടാവുകയില്ല. അല്ലാതെ ഉള്ളതെല്ലാം കടലിൽ കായം കലക്കുന്ന പോലെ ആയിരിക്കും. അമിത ആത്മവിശ്വാസം കൊണ്ട് ഷെയർ മാർക്കറ്റ് ബിസിനസ്സിൽ കഴിയാവുന്ന ബിസിനസ് ചെയ്യാൻ പോകാതിരിക്കുക. ചിലർക്കൊക്കെ കീഴ് ജീവനക്കാരിൽ നിന്ന് ബുദ്ധിമുട്ടുകൾ, സ്വന്തം ഫാക്ടറികളായിക്കോട്ടെ മറ്റ് സ്ഥാപനങ്ങളായിക്കോട്ടെ, നിങ്ങളുടെ കീഴ് ജീവനക്കാർ മൂലം നിങ്ങൾക്ക് ധാരാളം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കും. ചിലർക്കൊക്കെ പേശിവേദന പോലുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നതാണ്. അത് പലപ്പോഴും വേദന കൊണ്ട് നിങ്ങൾ മാനസികമായിട്ട് തകരുന്നതാണ്. എത്രയും നല്ലത് ഒരു വൈദ്യനെ സമീപിക്കുക, ഡോക്ടറെ സമീപിക്കുക, മരുന്ന് ഔഷധ സേവ തുടങ്ങുകയാണ്. സ്വയം ചികിത്സ നിങ്ങൾ തീർച്ചയായിട്ടും സ്വയം ചികിത്സ ചെയ്യുന്നൊരു പ്രകൃതമാണ് നിങ്ങൾക്കുള്ളത്. അത് മൂർച്ഛിക്കാനേ ഉപയോഗിക്കൂ. ഇത്രയും നല്ലത് നല്ലൊരു ഡോക്ടറെ സമീപിച്ചിട്ട് ഔഷധ സേവ തുടങ്ങുന്നത് തന്നെയായിരിക്കും നല്ലത്. പൊതുവേ ഗുണദോഷ ഫലത്തിൽ ചെറിയ ആരോഗ്യത്തിലുള്ള ദോഷഫലം ഒഴിച്ചാൽ ബാക്കിയെല്ലാം ഗുണകരം തന്നെയായിട്ടാണ് കാണുന്നത്. ധനാഗമനമൊക്കെ വർദ്ധിച്ചിരിക്കുന്ന സമയമാണ്. അപ്പോൾ നിങ്ങൾ ഈ നിലവിലുള്ള ദോഷഫലങ്ങളുടെ കാഠിന്യം കുറയ്ക്കാനായിട്ട് കഴിയാവുന്നതും വ്യാഴാഴ്ച ദിവസങ്ങളിലൊക്കെ ധന്വന്തരി ക്ഷേത്രം പോവുക, ധന്വന്തരി ഭഗവാന് പാനകം വഴിപാടായിട്ട് നടത്തുക, കദളിപ്പഴം നിവേദിക്കുകയൊക്കെ ചെയ്യുന്നത് ഗുണകരമാണ്. ആരോഗ്യത്തിന് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നത് ഗുണകരമാണ്. അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ
നിങ്ങൾ ഗണപതി ഭഗവാന്റെ ക്ഷേത്രം ദർശിച്ച് ഉചിതമായ വഴിപാടുകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ദോഷഫലങ്ങളുടെ കാഠിന്യം കുറഞ്ഞ് ഗുണഫലങ്ങളുടെ മാറ്റ് വർദ്ധിപ്പിക്കാൻ ഉപകരിക്കും. അപ്പോൾ ഭഗവാന്റെ കാരുണ്യത്താൽ എല്ലാവർക്കും നല്ലൊരു സമയമുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയിൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.